ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു 1991 സർക്കാർ ഒരു സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനായിട്ട് ആരംഭിച്ചു, എക്കണോമിക് റിഫോംസ്. അപ്പോൾ അതുവരെയുള്ള പദ്ധതികളെല്ലാം രാജ്യത്തെ വലിയൊരു കടക്കണിയിലോട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റം ഉണ്ടാകാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഒരു എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്ന് അതിൻ്റെ റിസൾട്ടായിട്ടാണ് 1991 പുതിയൊരു സാമ്പത്തിക നയം ഉണ്ടായത്. ആ ഒരു സാമ്പത്തിക നയത്തിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സർക്കാർ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഒരു ഫീച്ചറാണ് റെഡ്യൂസ്ഡ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് വിച്ച് റിക്വയർ കമ്പൽസറി ലൈസൻസിങ്. അപ്പം അത്രയും നാളും 1991 വരെ എല്ലാ ഇൻഡസ്ട്രികൾക്കും നിർബന്ധമായിട്ട് ലൈസൻസ് എടുക്കണമായിരുന്നു. നമ്മൾ പറഞ്ഞാണ് പ്രൈവറ്റ് സെക്ടറിൽ കൂടുതൽ നിബന്ധനകളും അവരെ കൂടുതൽ നിയന്ത്രിക്കുന്നതിനുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ 91 വരെ സർക്കാർ ചെയ്തിരുന്നു. കൂടുതലും പബ്ലിക് സെക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഈ പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സർക്കാർ നേരിട്ട് നടത്തുന്ന സെക്ടറാണ് ഈ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടറിനെ അവർ കൂടുതൽ നിബന്ധനകൾക്ക് വിധേയമാക്കുകയും അവരെ കൂടുതൽ നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം ആ ഒരു 91 ശേഷം അവരെന്ത് ചെയ്തു, നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് വിച്ച് റിക്വയർ കമ്പൽസറി ലൈസൻസിങ് നിർബന്ധമായിട്ടും ലൈസൻസ് ആവശ്യമുള്ള വ്യവസായങ്ങളുടെ എണ്ണം അവർ പരിമിതപ്പെടുത്തി. കുറച്ച് നിർബന്ധമായിട്ട് ലൈസൻസ് എടുക്കേണ്ട ചില പ്രത്യേക തരത്തിലുള്ള ഇൻഡസ്ട്രികൾക്ക് മാത്രം ലൈസൻസ് എടുത്താൽ മതി, ബാക്കിയുള്ളവർക്കെല്ലാം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാം, ഈസി ആയിട്ട് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാൽ ആ നൂലാമാലകളെല്ലാം അവരില്ലാതാക്കി. എന്ന് പറഞ്ഞാൽ കൂടുതൽ വ്യവസായങ്ങൾക്ക് ഇന്ത്യയിലോട്ട് വരാനുള്ള ഒരു സാഹചര്യം അവർ ഒരുക്കി കൊടുത്തു. സാധാരണഗതിയിൽ ഒരു ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേപ്പർ വർക്കുകളും ഒരുപാട് കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു വ്യവസായ സ്ഥാപനത്തിന് അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 91 ശേഷം അവരെന്ത് ചെയ്തു, അതിനെ ലിബറലൈസ് ചെയ്തു. കുറച്ച് സുതാര്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ലൈസൻസിങ്ങിനെ ഇല്ലാതാക്കി. ചില പ്രത്യേക ഇൻഡസ്ട്രികൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ലൈസൻസ് ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി അവിടെ കൊടുക്കുകയുണ്ടായി. ഇനി അടുത്ത രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റിസർവ്ഡ് മെനി ഇൻഡസ്ട്രീസ് വിച്ച് അവർ എയർലിയർ റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ ഓൺലി വിത്ത് ഫ്യൂ ഇൻഡസ്ട്രീസ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. ഇനി രണ്ടാമതായിട്ട് അവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പൊതുമേഖലയ്ക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിട്ടുള്ള ചില വ്യവസായങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുമേഖല മാത്രം, പബ്ലിക് സെക്ടർ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത്തരം വ്യവസായങ്ങൾ കുറേയൊക്കെ ആർക്കൂടെ കൊടുത്തു, സ്വകാര്യ മേഖലകൾക്കൂടെ നൽകാനായിട്ട് ആരംഭിച്ചു. സർക്കാർ നേരിട്ട് നടത്തിക്കൊണ്ടിരുന്ന, അവർ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കുറേ മേഖലകൾ ആർക്ക് കൈമാറി, സ്വകാര്യ മേഖലകൾക്ക്, അതായത് പ്രൈവറ്റ് സെക്ടറിന് കൈമാറുകയാണ് ഉണ്ടായത്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില വ്യവസായങ്ങൾ മാത്രം ആരിൽ തന്നെ നിർത്തി, പൊതുമേഖല അതായത് പബ്ലിക് സെക്ടറിൽ തന്നെ നിർത്തി. അതായത് ഇപ്പോൾ ആർമിയുടെ ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും അങ്ങനെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കുറേ സെക്ടറുകൾ മാത്രം പൊതുമേഖലകളിൽ നിലനിർത്തുകയും മിച്ചമുള്ളതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് സെക്ടറിന് കൈമാറുകയും ചെയ്തു. അതായത് പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യം കുറച്ചു. ഇത്രയും നാളും ആർക്കായിരുന്നു പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്? പബ്ലിക് സെക്ടറിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. അത് മാറ്റി ആർക്കോടെ പ്രാധാന്യം കൊടുത്തു? പ്രൈവറ്റ് സെക്ടറിനോട് പ്രാധാന്യം കൊടുത്തു. പബ്ലിക് സെക്ടറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് വ്യവസായങ്ങൾ ആർക്ക് കൈമാറി? പ്രൈവറ്റ് സെക്ടറിന് കൈമാറി. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില മേഖലകൾ മാത്രമാണ് ഈ പറഞ്ഞേക്കുന്ന പബ്ലിക് സെക്ടർ കൈകാര്യം ചെയ്യുന്നത്. ഇനി അടുത്ത് ക്യാരിഡ് ഔട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ് ഇൻ കേസ് ഓഫ് മെനി പബ്ലിക് സെക്ടർ കമ്പനി. ഇനി അടുത്തതായിട്ട് പബ്ലിക് സെക്ടർ കമ്പനിയിലെ പല ഓഹരികളും അവർ വിറ്റഴിച്ചു. പല കമ്പനികളും അവർ വിറ്റഴിക്കുകയാണ് ഉണ്ടായത്. അതായത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നീട് അങ്ങോട്ട് നിക്ഷേപിക്കാനായിട്ട് സർക്കാർ ശ്രമിച്ചില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കമ്പനി, അതിലോട്ടുള്ള നിക്ഷേപങ്ങൾ അവർ അവസാനിപ്പിക്കുകയും അതിൻ്റെ ഓഹരികൾ ആർക്ക് വിറ്റഴിക്കുകയും ചെയ്തു? മറ്റ് പ്രൈവറ്റ് സെക്ടറിന് അവരത് വിറ്റഴിക്കുകയും ചെയ്തു. അതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്യാരിഡ് ഔട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ് ഇൻ കേസ് ഓഫ് മെനി പബ്ലിക് സെക്ടർ കമ്പനീസ്. അവരുടെ കമ്പനികളുടെ പല ഓഹരികൾ വിറ്റഴിക്കുകയും അതോടൊപ്പം തന്നെ അത് പ്രൈവറ്റ് സെക്ടറിന് കൈമാറുകയും ചെയ്തു. ഇനി അടുത്ത നാലാമത്തെ ലിബറലൈസ്ഡ് ഫോറിൻ ക്യാപിറ്റൽ പോളിസി. 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI ഇൻ മെനി ആക്ടിവിറ്റീസ്. അപ്പോൾ ഫോറിൻ ക്യാപിറ്റൽ പോളിസിനെ ഭേദഗതി ചെയ്തു. വിദേശത്തു നിന്നുള്ള കമ്പനികളെ ഇന്ത്യയിലോട്ട് സ്വാഗതം ചെയ്തു. അവർക്ക് ഉണ്ടായിരുന്ന നിബന്ധനകളെല്ലാം ഇല്ലാതാക്കി വിദേശ ക്യാപിറ്റലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്, നമ്മുടെ രാജ്യത്തോട്ട് കൊണ്ടുവരാനായിട്ട് സർക്കാർ ശ്രമം ആരംഭിച്ചു. 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൽ നിന്നുള്ള ഈ നമ്മുടെ രാജ്യത്തോട്ടുള്ള ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പല മേഖലകളിലും, ഇൻ മെനി ആക്ടിവിറ്റീസ്, പല മേഖലകളിലും സർക്കാർ ചെയ്യാനായിട്ട് ആരംഭിച്ചു. നേരിട്ടുള്ള വിദേശ നിക്ഷേപം അത് പല മേഖലകളിലും നടപ്പിലാക്കി. ഇനി അടുത്തത് ഗ്രാൻഡഡ് ഓട്ടോമാറ്റിക് പെർമിഷൻ ഫോർ ടെക്നോളജി അഗ്രിമെൻറ്റ്സ് വിത്ത് ഫോറിൻ കമ്പനി. അപ്പോൾ വിദേശ കമ്പനികളുമായിട്ട് പലതരത്തിലുള്ള സാങ്കേതികവിദ്യ ഇടപാടുകൾ നടത്താനുള്ള അനുവാദം നൽകി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടെക്നോളജി ഇവിടെ ഉപയോഗിക്കാനായിട്ടുള്ള അനുവാദം നൽകി. അവരുമായിട്ട് അവരുടെ ടെക്നോളജിയായിട്ട് സഹകരിച്ച് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറാണ് നമ്മുടെ ഇവിടെ ഒരുപാട് സാങ്കേതിക വിദ്യകളൊന്നും ഡെവലപ്പായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഫോറിനെല്ലാം ഈ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് തിരിച്ചറിയുകയും ഫോറിനുള്ള കമ്പനികളുമായിട്ട് ഈ പറഞ്ഞ പോലെ അവരുമായിട്ട് സഹകരിച്ച് അവരുടെ ടെക്നോളജി ഇവിടെ കൊണ്ടുവരാനുള്ള അനുവാദം നൽകി. ഇനി അടുത്ത് സെറ്റപ്പ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് FIPB ടു പ്രൊമോട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഒരു ബോർഡ് തന്നെ അതിനായിട്ട് സ്ഥാപിച്ചു. അതായത് വിദേശത്തു നിന്നുള്ള നിക്ഷേപം ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടാക്കുകയും അതുവഴി കൂടുതൽ വിദേശ നിക്ഷേപം ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നതിന് ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്രയാണ് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. കമ്പൽസറി ലൈസൻസിങ് ഒഴിവാക്കി ചില പ്രത്യേക കമ്പനികൾക്ക്, ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രം ലൈസൻസ് മതി എന്നുള്ള കാര്യത്തിൽ ഒരു ഇത് ഉണ്ടാക്കി, ഭേദഗതി ഉണ്ടാക്കി. പബ്ലിക് സെക്ടറിൻ്റെ കമ്പനികളെല്ലാം റിസർവ് ചെയ്ത് പ്രൈവറ്റ് സെക്ടറിന് കൈമാറി സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്, വളരെ പ്രാധാന്യമുള്ള കമ്പനികളെ മാത്രം ഈ പറഞ്ഞേക്കുന്ന പബ്ലിക് സെക്ടർ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിച്ചു. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് പബ്ലിക് സെക്ടറിലുണ്ടായി. പബ്ലിക് സെക്ടറിൻ്റെ ഓഹരികളെല്ലാം വിറ്റഴിക്കുകയാണ് ഉണ്ടായത്. ഫോറിൻ ക്യാപിറ്റലിൻ്റെ പോളിസിക്കകത്ത് വളരെ ലിബറലൈസ്ഡ് ആയിട്ടുള്ളൊരു മനോഭാവം കൊണ്ടുവരികയും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു. ഫോറിൻ ടെക്നോളജി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനായിട്ടുള്ള അനുമതികളെല്ലാം നൽകി. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് സ്ഥാപിക്കുകയും അതുവഴി വിദേശത്തു നിന്നുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ദി എസൻസ് ഓഫ് ദിസ് പോളിസി. ഈ പോളിസിയുടെ ഒരു എസൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇറ്റ് സോട്ട് ടു ലിബറേറ്റ് ഇൻഡസ്ട്രീസ് ഫ്രം ലൈസൻസ് രാജ്. അതിനെയാണ് ലിബറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ നൂലാമാലകളെയും ഇല്ലാതാക്കി നമ്മൾ കണ്ടു കഴിഞ്ഞു. റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് വിച്ച് റിക്വയർ കമ്പൽസറി ലൈസൻസിങ്. കമ്പൽസറി ലൈസൻസിങ് വേണ്ട, കമ്പൽസറി ആയിട്ട് ലൈസൻസ് വേണ്ട കുറച്ച് വ്യവസായങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലാ വ്യവസായങ്ങൾക്കും ലൈസൻസ് ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി കൊടുത്തു. അതിനെയാണ് ഈ പറഞ്ഞേക്കുന്ന ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ടു റെഡ്യൂസ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. അതോടൊപ്പം തന്നെ പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യം കുറച്ചു. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർക്കാർ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം കുറച്ചു. അതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യം കുറയ്ക്കുകയും പ്രൈവറ്റ് മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു. ഇനി അടുത്തായിട്ട് ആൻഡ് ടു എൻകറേജ് ഫോറിൻ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. അതോടൊപ്പം തന്നെ എൻകറേജ് ചെയ്യുകയാണ്. എന്തിനാണ് എൻകറേജ് ചെയ്തത്? ഫോറിൻ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്ത്യയിലെ വ്യവസായങ്ങളിൽ വിദേശ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. ഫോറിൻ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, വിദേശത്തുള്ള ആൾക്കാരുടെ കമ്പനികളുടെ പാർട്ടിസിപ്പേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഗ്ലോബലൈസേഷൻ. ദസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ബിക്കം ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ന്യൂ എക്കണോമിക് പോളിസി. അപ്പോൾ പുതിയ എക്കണോമിക് പോളിസിയുടെ 3 പ്രിൻസിപ്പിളാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പം ഇതാണ് പുതിയ 1991 ഇൻഡസ്ട്രിയൽ പോളിസി പ്രകാരം ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം. 3 പ്രിൻസിപ്പിളാണ് ഉണ്ടായിട്ടുള്ളത്. ലൈസൻസിൻ്റെ ഈ പറഞ്ഞേക്കുന്ന കടമ്പകൾ കുറച്ചു, അതിനെ ലിബറലൈസേഷൻ എന്ന് വിളിക്കാം. പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യം കുറയ്ക്കുകയും പ്രൈവറ്റ് മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു. അതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഫോറിൻ പ്രൈവറ്റ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപങ്ങൾ നടത്താനും വ്യവസായം ചെയ്യാനുമുള്ള അനുമതി നൽകി. അതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ 3 പ്രിൻസിപ്പിളാണ് ഇൻഡസ്ട്രിയൽ പോളിസി വഴി ഉണ്ടായിട്ടുള്ളത്. അടുത്തത് ലിബറലൈസേഷനാണ്. ലിബറലൈസേഷൻ മീൻസ് ലിബറേറ്റിംഗ് ദ എക്കണോമി ഫ്രം ദ ലെജിസ്ലേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബറേറ്റ് ചെയ്യുക, അതിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കുക. എന്തിൻ്റെ കാഠിന്യമാണ് കുറയ്ക്കേണ്ടത്? എക്കണോമി ഫ്രം ലെജിസ്ലേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഈ നിയമക്കുടുക്കിൽ നിന്നെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം
ഈ പറഞ്ഞേക്കുന്ന പ്രൈവറ്റ് കമ്പനികളെ രക്ഷിക്കുകയും അതിൽ ഒരു എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തൊരു സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ ഇൻഡസ്ട്രികളെല്ലാം വരിക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും മാറ്റുക, സമ്പദ് വ്യവസ്ഥയെ അതിനകത്ത് നിന്നെല്ലാം മാറ്റുക എന്നുള്ളതാണ് ഈ പറഞ്ഞേക്കുന്ന ലിബറലൈസേഷൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും ആ ഒരു എക്കണോമീനെ, ഒരു സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കുക, മോചിപ്പിക്കുക എന്നുള്ളതാണ് ഉദാരവൽക്കരണം എന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ലിബറലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിബറലൈസിങ് ദ എക്കണോമി ഫ്രം ലെജിസ്ലേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഫ്രം ഓൺ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ലെജിസ്ലേഷനെയും തടസ്സങ്ങളെയും റെസ്ട്രിക്ഷനെയും മാറ്റി എക്കണോമിക് ഒരു ഡെവലപ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഓൾഡ് പോളിസി ഓഫ് ലൈസൻസിങ്, പെർമിറ്റ്, കോട്ടാസ് ആൻഡ് കൺട്രോൾ ഡിസ്കറേജ്ഡ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ്. അപ്പോൾ ഈ പ്രൈവറ്റ് എൻ്റർപ്രൈസസിനെ ഡിസ്കറേജ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഈ ലൈസൻസ്, പെർമിറ്റ്, അല്ലെങ്കിൽ കോട്ടാസ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൺട്രോളുകൾ. ഇതെല്ലാം പ്രൈവറ്റ് കമ്പനികളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകങ്ങളായിരുന്നു. അതെല്ലാം പുതിയ ഒരു സ്വകാര്യ സംരംഭകരെ, പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ വരുന്നവരെ ഡിസ്കറേജ് ചെയ്യുന്ന കുറേ കാര്യങ്ങളായിരുന്നു. ലിബറലൈസേഷൻ പുട്സ് ആൻഡ് എൻഡ് ടു ദ ലൈസൻസ് പെർമിറ്റ് കോട്ട രാജ്. അപ്പോൾ ലിബറലൈസേഷൻ വഴി എന്ത് സംഭവിച്ചു? ആ ഒരു ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളെല്ലാം നീക്കുന്നതിനായിട്ട് സാധിച്ചു. ലിബറലൈസേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആൻഡ് ബിസിനസ് ടുക്ക് പ്ലേസ് ഇൻ ദ ഫോളോവിങ് മാനർ. അപ്പോൾ ലിബറലൈസേഷൻ വഴി ഉണ്ടായിരിക്കുന്ന കുറേ മാറ്റങ്ങൾ അതുവഴി ഉണ്ടായിട്ടുണ്ട്. ബിസിനസ്സിലും ഒരുപാട് മാറ്റങ്ങൾ നടപ്പിലായി. അത് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെയാണ് അബോളിഷൻ ഓഫ് ലൈസൻസ് റിക്വയർമെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് എക്സെപ്റ്റ് എ ഷോർട്ട് ലിസ്റ്റ്. ചില വ്യവസായങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വ്യവസായങ്ങൾക്കും ലൈസൻസിങ് ഒഴിവാക്കി. അപ്പോൾ നമ്മളത് ആദ്യം കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ചില വ്യവസായങ്ങൾക്കൊഴികെ ബാക്കി എല്ലാ വ്യവസായങ്ങൾക്കും ലൈസൻസ് ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്തത്. രണ്ടാമത്തെ, ഫ്രീഡം ഇൻ ഡിസൈഡിങ് ദ സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് പ്രവർത്തനങ്ങളുടെ തോത്, അത് സ്മോൾ സ്കെയിൽ വേണോ, ലാർജ് സ്കെയിൽ വേണോ, മീഡിയം വേണോ, അത് ഏതാണ് അതിൻ്റെ സ്കെയിൽ എന്നുള്ള കാര്യം നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അതായത് ബിസിനസ്സിൻ്റെ ഓണർമാർക്ക് അനുവദിച്ചു. അതിൻ്റെ ഒരു സ്കെയിൽ ഏതാണെന്ന് തീരുമാനിക്കാനായിട്ട് അവർക്ക് തന്നെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻ ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ പറഞ്ഞേക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ്, ചരക്കുകളുടെയും സേവനങ്ങളുടെയും നീക്കത്തിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ, കുറേ നിയന്ത്രണം അതിനകത്തുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് മൂവ് ചെയ്യുന്നതിനും മറ്റു നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അത് എടുത്തു കളഞ്ഞു. ഇനി അടുത്തത്, ഫ്രീഡം ഇൻ ഫിക്സേഷൻ ഓഫ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില നിശ്ചയിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകി. ഓരോ പ്രോഡക്റ്റിൻ്റെയും വില എത്രയാണ് നിശ്ചയിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അതാത് പ്രൊഡ്യൂസർമാർക്ക് നൽകി. ഇനി അടുത്തത്, റിഡക്ഷൻ ഇൻ ടാക്സ് റേറ്റ് ആൻഡ് റിമൂവിങ് ഓൾ അൺനെസറി കൺട്രോൾ ഓവർ ദ എക്കണോമി. ഈ ടാക്സ് റേറ്റ് കുറച്ചു, നികുതിയുടെ നിരക്കിനകത്ത് കുറവ് വരുത്തുകയും ഈ എക്കണോമിക്കകത്തുണ്ടായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കുകയും ചെയ്തു. റിമൂവിങ് ഓൾ അൺനെസറി കൺട്രോൾ ഓവർ ദ എക്കണോമി. നമ്മുടെ എക്കണോമിക്കയുടെ മേളിലുണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളെയും ഒഴിവാക്കി. സിംപ്ലിഫിക്കേഷൻ ഓഫ് പ്രൊസീജിയർ ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. കയറ്റുമതി, ഇറക്കുമതി, അത്തരത്തിലുള്ള നടപടികളെല്ലാം ലളിതമാക്കി. സിംപ്ലിഫിക്കേഷൻ ഓഫ് ഇമ്പോർട്ടിൻ്റെ എക്സ്പോർട്ടിൻ്റെ എല്ലാം ഈ പറഞ്ഞേക്കുന്ന പ്രൊസീജിയർ കുറയ്ക്കുകയാണ് ഉണ്ടായത്. അടുത്ത്, ലിബറലൈസേഷൻ മെഷേഴ്സ് ടു അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് കൂടുതൽ മൂലധനങ്ങളും അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയും ആകർഷിക്കുന്നതിനായിട്ടുള്ള നടപടികൾ കൂടുതൽ ആരംഭിച്ചു. അപ്പോൾ വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരുത്തിയാൽ മാത്രമാണ് ഇന്ത്യയുടെ രാജ്യം വളരെയോളം തിരിച്ചറിയുകയും അങ്ങനെ ഫോറിൻ ക്യാപിറ്റലിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള അതോടൊപ്പം തന്നെ അവരുടെ ടെക്നോളജി ഇവിടെ ഉപയോഗിക്കുന്നതിനായിട്ടുള്ള എല്ലാ നടപടികളും ലിബറലൈസ് ചെയ്തു. ഇത്രയാണ് അവിടെ സംഭവിച്ചത്. ഒരു ഷോർട്ട് ലിസ്റ്റിലുള്ള ചില വ്യവസായങ്ങൾക്കൊഴിച്ച് ബാക്കി എല്ലാത്തിനും ലൈസൻസ് വേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായി. ബിസിനസ് ആക്ടിവിറ്റിയുടെ സ്കെയിൽ ലാർജ് ആണോ സ്മോൾ ആണോ മീഡിയം ആണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായി. മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനകത്തൊരു ഫ്രീഡം കൊണ്ടുവന്നു. അതിനകത്ത് യാതൊരു തടസ്സവും കൂടാതെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് മൂവ് ചെയ്യിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വില നിശ്ചയിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു.
എക്കണോമിയുടെ മേലുണ്ടായിരുന്ന അനാവശ്യമായിട്ടുള്ള കൺട്രോൾസ് ഒഴിവാക്കി ടാക്സ് റേറ്റ് കുറച്ചു. ഇമ്പോർട്ട് ചെയ്യുന്നതിനും എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്തു. ഫോറിൻ ക്യാപിറ്റലിനെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിനായിട്ടുള്ള എല്ലാ നടപടികളും ചെയ്തു. ഇത്രയുമാണ് ലിബറലൈസേഷൻ വഴി ഉണ്ടായത്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം, ഒരു എക്കണോമിക് ഗ്രോത്തിന്, ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും എക്കണോമിയെ മോചിപ്പിക്കുക എന്നാണ് ഈ പറഞ്ഞേക്കുന്ന ലിബറലൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ വരും. ലൈസൻസ്, പെർമിറ്റ്, കോട്ട, കൺട്രോൾ, ഇത്തരത്തിലുള്ള എല്ലാ തടസ്സങ്ങളും, അതിൻ്റെ അകത്ത് വരുന്ന എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കി ആർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം, സ്വകാര്യ സംരംഭകർ ആർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലോട്ട് എക്കണോമിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ത്രൂ ഡീലൈസൻസിങ് ആൻഡ് ഡീകൺട്രോൾ, ലിബറലൈസേഷൻ ഫ്രീസ് ദ എക്കണോമി ഫ്രം റെസ്ട്രിക്ഷൻ. അപ്പോൾ ഈ ഡീലൈസൻസിങ്ങും ലൈസൻസിങ്ങിൻ്റെ നൂലാമാലകളെല്ലാം എടുത്തു കളഞ്ഞു. ഡീകൺട്രോളായി. അധികം ഇവരെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ബിസിനസ്സിനെ എല്ലാം കൺട്രോളിൽ നിന്നെല്ലാം ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി ലിബറലൈസേഷൻ ഫ്രീസ് ദ എക്കണോമി ഫ്രം റെസ്ട്രിക്ഷൻ. തടസ്സങ്ങളിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ലിബറലൈസേഷൻ വഴി ഈ എക്കണോമിയെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്തത്. ലൈസൻസിങ്, അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ഇവയെല്ലാം ഒഴിവാക്കി അതുവഴി എന്താണ് സംഭവിച്ചത്? ലിബറലൈസേഷൻ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് ലൈസൻസ് ആൻഡ് പെർമിറ്റ് ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ ബോർഡ് ഗൈഡ് ലൈൻസ്. അപ്പോൾ ഈ ലൈസൻസും ഒഴിവായി, അതോടൊപ്പം തന്നെ പെർമിറ്റും ഇത്തരം കാര്യങ്ങളെല്ലാം ഒഴിവായി. അതിന് പകരം എന്താണ്? ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് ആണ് നിലവിൽ വന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ അവിടെ വന്നത്. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും ആ ഒരു എക്കണോമിയെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പ്രൈവറ്റൈസേഷൻ. ദ വേർഡ് പ്രൈവറ്റൈസേഷൻ വാസ് കോയിൻഡ് ബൈ മാനേജ്മെൻറ്റ് എക്സ്പെർട്ട് പീറ്റർ ഡ്രക്കർ. പീറ്റർ ഡ്രക്കർ എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം എന്നൊരു പദം രൂപപ്പെടുത്തിയെടുത്തത്. പ്രൈവറ്റൈസേഷൻ എയിംസ് അറ്റ് പ്രൊവൈഡിങ് ഗ്രേറ്റർ റോൾ ടു ദ പ്രൈവറ്റ് സെക്ടർ. ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ പ്രാധാന്യം പ്രൈവറ്റ് മേഖലകൾക്ക് നൽകുക ഇൻ ദ നേഷൻ ബിൽഡിംഗ് പ്രോസസ് ആൻഡ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. അപ്പോൾ രാജ്യത്തിൻ്റെ നിർമ്മാണം, ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രൈവറ്റ് മേഖലയ്ക്കാണ്. ആൻഡ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യം കുറയ്ക്കുകയാണ് വേണ്ടത്. സർക്കാർ നേരിട്ട് നടത്തുന്ന സെക്ടറാണ് പബ്ലിക് സെക്ടർ. അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കുകയും പ്രൈവറ്റ് മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് പ്രൈവറ്റ് മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റൈസേഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് നാഷണലൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് നാഷണലൈസേഷൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് റിലയിങ് മോർ ഓൺ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് നാഷണലൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദേശസാൽക്കരണം എന്നാണ് ഈ നാഷണലൈസേഷൻ്റെ മലയാളം പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രൈവറ്റ് സെക്ടറിന് പബ്ലിക് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് നാഷണലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുമേഖലയുടെ പ്രാധാന്യം കുറയ്ക്കുകയാണ് ഈ പറഞ്ഞേക്കുന്ന സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുമേഖലയെ കൂടുതൽ ആശ്രയിക്കുക, അതിനെയാണ് ഈ നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വിപരീതമാണ് ഈ പറഞ്ഞേക്കുന്ന പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ദിസ് വാസ് ദ റിവേഴ്സൽ ഓഫ് ഏർലിയർ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി പർഷ്യൂഡ് ബൈ ഇന്ത്യൻ പ്ലാനേഴ്സ്. അപ്പോൾ ഇന്ത്യൻ പ്ലാനേഴ്സ് 1991 മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് പോളിസികൾ തയ്യാറാക്കിയുണ്ടായി. ആ പോളിസികളുടെ നേരെ വിപരീതമാണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാണ് 1991 മുമ്പ് പബ്ലിക് സെക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. പ്രൈവറ്റ് സെക്ടറുകളെ കൺസ്യൂമർ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നതിന് മാത്രം സ്വാതന്ത്ര്യം നൽകുകയും അവരെ കൂടുതൽ നിബന്ധനകൾ കൊണ്ടും ലൈസൻസ് കൊണ്ടും കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനുമാണ് സർക്കാർ ശ്രമിച്ചത്. അപ്പോൾ ആ ഒരു പോളിസിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു അച്ചീവ് ദിസ്, ദ ഗവൺമെൻറ് റീഡിഫൈൻഡ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് എൻകറേജ്ഡ് പ്രൈവറ്റ് സെക്ടർ ത്രൂ ദ ഇൻഡസ്ട്രിയൽ പോളിസി 1991. അപ്പോൾ 1991 വ്യവസായിക നയം വഴി പൊതുമേഖലയുടെ പങ്ക് അതിനെ മാറ്റി പൊതുമേഖലയുടെ ഒരു പബ്ലിക് സെക്ടറിൻ്റെ പങ്ക് കുറയ്ക്കുകയും സ്വകാര്യ മേഖലയിലെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 1991 ശേഷം ഗവൺമെൻറ് സെക്ടറിലോട്ട് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. അതിന് പകരം എവിടെയാണ് പ്രാധാന്യം കൊടുത്തത്? പ്രൈവറ്റ് സെക്ടറിലാണ് കൂടുതൽ പ്രാധാന്യം അവിടെ കൊടുത്തത്.
അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം. പ്രൈവറ്റൈസേഷൻ എയിംസ് അറ്റ് പ്രൊവൈഡിങ് ഗ്രേറ്റർ റോൾ ടു ദ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ നാഷണൽ ബിൽഡിംഗ് പ്രോസസ്സ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രൈവറ്റൈസേഷൻ്റെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രൈവറ്റൈസേഷൻ ഇൻവോൾവ്സ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ അകത്തുള്ള പ്രക്രിയകളാണ്. ഒന്നാമത്തെ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എ പാർട്ട് ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ PSU. പബ്ലിക് സെക്ടറിനകത്തുണ്ടായിരിക്കുന്ന അതിനകത്തോട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അതിൻ്റെ അകത്തോട്ട് സർക്കാർ കൂടുതൽ പൈസ നിക്ഷേപിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടുതൽ ഷെയറും പ്രൈവറ്റ് കമ്പനികൾക്ക് വിൽക്കുക. അതായത് ഈ പറഞ്ഞേക്കുന്ന പബ്ലിക് സെക്ടറിൻ്റെ അകത്തുള്ള ഗവൺമെൻറ് ഓഹരികളിൽ നല്ലൊരു ഭാഗം ആർക്ക് വിൽക്കുക? സ്വകാര്യ മേഖലകൾക്ക് വിൽക്കുക എന്നുള്ളതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും വീണ്ടും അതിനകത്തോട്ട് പൈസ മുടക്കാതിരിക്കുക. ഇപ്പോൾ പബ്ലിക് സെക്ടറിൻ്റെ കയ്യിലുള്ള ഒരു കമ്പനിക്കകത്തോട്ട് സർക്കാർ വീണ്ടും പൈസ മുടക്കാതെ അതിൻ്റെ ഷെയറുകൾ ആർക്ക് വിറ്റഴിക്കുക? പ്രൈവറ്റ് കമ്പനികൾക്ക് വിറ്റഴിക്കുക. അതാണ് ഈ പറഞ്ഞേക്കുന്ന ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ദിസ് ഫൈനലി റിസൾട്ട് ഇൻ ഓണർഷിപ്പ്, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് PSUs പാസിംഗ് ടു ദ പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഓണർഷിപ്പ്, കൺട്രോള്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്? പ്രൈവറ്റ് സെക്ടറിലോട്ട് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ ഓഹരികൾ വിറ്റഴിക്കുകയാണ്, അതിൻ്റെ ഷെയറുകൾ വിറ്റഴിക്കുകയാണ്. അപ്പം ഈ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ചാൽ ഉറപ്പായിട്ടും അത് വാങ്ങുന്നത് പ്രൈവറ്റ് മേഖലയിലുള്ള കമ്പനികളായിരിക്കും. അങ്ങനെ ആ കമ്പനികൾ കൂടുതൽ ഷെയർ വാങ്ങിക്കൂട്ടുകയും ഈ പബ്ലിക് സെക്ടറിൻ്റെ കയ്യിലിരിക്കുന്ന കമ്പനികളുടെ ഓണർഷിപ്പും കൺട്രോളും മാനേജ്മെൻറ്റും പ്രൈവറ്റ് കമ്പനികളുടെ കയ്യിലോട്ട് എത്തിച്ചേരുകയും ചെയ്യും. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് റിസർവേഷൻ ഓഫ് ഏരിയാസ് ഫോർമർലി റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ. സർക്കാരിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൻ്റെ കയ്യിൽ മാത്രം റിസർവ് ചെയ്തേക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ദിസ് അലോസ് ദ പ്രൈവറ്റ് സെക്ടർ ടു എൻ്റർ ഇൻ ടു ന്യൂ ഏരിയാസ്. ആ പറഞ്ഞേക്കുന്ന പബ്ലിക് സെക്ടറിൻ്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന മേഖലകളെ റിസർവ് ചെയ്യുക, അതിൻ്റെ ആ ഒരു സംവരണം എടുത്തു കളയുക. എന്തിലോട്ട് നയിക്കും? ദിസ് അലോസ് ദ പ്രൈവറ്റ് സെക്ടർ ടു എൻ്റർ ഇൻ ടു ന്യൂ ഏരിയാസ്. അതുവഴി സ്വകാര്യ മേഖലയ്ക്ക് അങ്ങനെ പുതിയ മേഖലകളിലോട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് മേഖലകളിലോട്ട് ഇപ്പം പ്രൈവറ്റ് സെക്ടറുകൾ പ്രവേശിക്കുന്നുണ്ട്. ഇപ്പോൾ എയർപോർട്ടാണെങ്കിലും, ഇപ്പോൾ ഒരു റെയിൽവേയുടെ ഒരു ചെറിയ പാതകൾ UP-യിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വിട്ടുകൊടുക്കുകയും അത് കൂടുതൽ ക്ലീൻ ആകുകയും ടൈമിങ് കറക്റ്റ് ആവുകയൊക്കെ ചെയ്തു എന്നൊക്കെ നമ്മൾ വാർത്ത കണ്ടതാണ്. ഇപ്പോൾ ഈ റെയിൽവേ ഒക്കെ ആരുടെ കയ്യിലിരിക്കുന്ന ഒരു സ്ഥാപനമാണ്? പബ്ലിക് സെക്ടറിൻ്റെ ഇരിക്കുന്നതാണ്, സർക്കാരിൻ്റെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ചെറുതായിട്ട് അവർ അതിനകത്ത് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുന്ന വഴി ഈ പറഞ്ഞേക്കുന്ന കൂടുതൽ ടൈമിങ് കറക്റ്റാവും, ആ റെയിൽവേയുടെ നല്ല നീറ്റായിരിക്കും. അതുപോലെ മംഗലാപുരം എയർപോർട്ട് വിട്ടുകൊടുത്തായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പബ്ലിക് സെക്ടറിൻ്റെ ഇരിക്കുന്ന കൂടുതൽ ഭാഗങ്ങൾ എന്ത് ചെയ്യുകയാണ്? പ്രൈവറ്റ് സെക്ടറിലോട്ട് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടെണ്ണമാണ് അതിനകത്തുള്ളത്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റിസർവേഷൻ. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറിൻ്റെ കയ്യിലിരിക്കുന്ന കമ്പനികളിലോട്ട് വീണ്ടും നിക്ഷേപിക്കാതിരിക്കുക, അതിൻ്റെ ഷെയറുകൾ പ്രൈവറ്റ് കമ്പനികൾക്ക് വിറ്റഴിക്കുക, അതുവഴി അതിൻ്റെ ഓണർഷിപ്പും കൺട്രോളും മാനേജ്മെൻറ്റും പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറുക. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറിൻ്റെ കയ്യിൽ മാത്രം റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഏരിയാസ് എല്ലാം പ്രൈവറ്റ് മേഖലകൾ കൂടി വിട്ടുകൊടുക്കുക. ഈ രണ്ടെണ്ണമാണ് പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളതാണ് തേർഡ് വൺ, ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ മീൻസ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാക്കുക. ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയസ് എക്കണോമീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലുള്ള പല എക്കണോമിയുണ്ട്, അതിനെ എല്ലാത്തിനോട് ഒന്നാക്കുക. ഇൻ ദ വേൾഡ് ലീഡിങ് ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് എ ഗ്ലോബൽ എക്കണോമി. ഒരൊറ്റ എക്കണോമി, വേൾഡ് മുഴുവൻ ഒരേ എക്കണോമിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തെ വിവിധ സമ്പദ് വ്യവസ്ഥകൾ, പലതരത്തിലുള്ള എക്കണോമി, അതിനെ എല്ലാത്തിനോടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഒന്നാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരാഗോള സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, ഒരൊറ്റ എക്കണോമി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഇറ്റ് മീൻസ് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഏത് രാജ്യത്തു നിന്നും എങ്ങോട്ട് വേണമെങ്കിലും, ഒരു എക്കണോമിയിൽ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കണം. ക്യാപിറ്റൽ, മൂലധനത്തിൻ്റെ ഫ്രീ ഫ്ലോ, ആൻഡ് ലേബർ അക്രോസ്, തൊഴിലിൻ്റെ കൈമാറ്റം അക്രോസ് ദ ഗ്ലോബൽ എക്കണോമി. അപ്പം ഗുഡ്സ് ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും ലേബർ ആണെങ്കിലും ഫ്രീ ആയിട്ട് ലോകം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് എക്കണോമിയിലോട്ട് മാറ്റാൻ സാധിക്കുന്നതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പം ലോകത്തുള്ള പലതരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളെല്ലാം അതിനോട് ഒന്നാക്കിയിട്ട് ഒരു ആഗോള സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ്റെ ലക്ഷ്യം ഗ്ലോബലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഗ്ലോബലൈസേഷൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എമംഗ് വേരിയസ് നേഷൻ. അപ്പോൾ പല രാജ്യങ്ങളും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കുന്നതിനും പരസ്പരം ആശ്രയിക്കുന്നതിനും ഗ്ലോബലൈസേഷൻ വഴി സാധ്യമാകുന്ന ഒന്നാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും വഴി ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഗ്ലോബൽ എക്കണോമിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനും പരസ്പരം ആശ്രയിക്കുന്നതിനും ഗ്ലോബലൈസേഷൻ വഴി സാധ്യമാകും. ഇനി അടുത്തായിട്ട് പൊളിറ്റിക്കൽ ബൗണ്ടറീസ് നോ ലോങ്ങർ ആക്ട് ആസ് എ ബാരിയർ ഫോർ ബിസിനസ് എൻ്റർപ്രൈസ് ടു സെർവ് എ ഡിസ്റ്റൻറ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ദൂരെ ഇരിക്കുന്ന ഒരു കസ്റ്റമർ. അപ്പോൾ അയാൾക്കൊരു സാധനം വിറ്റഴിക്കണമെന്നുണ്ടെങ്കിൽ പല ബൗണ്ടറീസും പല രാജ്യങ്ങളുടെ അതിർത്തികളും കടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നാൽ എന്താണ് പ്രയോജനം? പൊളിറ്റിക്കൽ ബൗണ്ടറീസ് നോ ലോങ്ങർ ആക്ട് ആസ് എ ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം. ഈ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് എന്താവില്ല, തടസ്സമാവില്ല. ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൗണ്ടറീസ്, രാജ്യത്തിൻ്റെ അതിര് എന്ന് പറയുന്ന ഒരു തടസ്സമാവില്ല. എന്തിനു വേണ്ടിയിട്ട്? ഒരു ബിസിനസ്സുകാരന് തൻ്റെ പ്രൊഡക്റ്റ് ദൂര സ്ഥലത്തിരിക്കുന്ന ഒരു കൺസ്യൂമറിന് വിറ്റഴിക്കുന്നതിന് ഈ ബൗണ്ടറികൾ ഒരിക്കലും തടസ്സമാവില്ല. ഇപ്പം നമുക്കറിയാം ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ വഴി നമുക്ക് അത് ഷിപ്പ് ചെയ്ത് ഇവിടെ എത്തും. ഇപ്പോൾ വിദേശത്തുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അത് കപ്പലിലും വിമാനമാർഗവും നമ്മുടെ കൈകളിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സാധ്യമായത് ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലോബലൈസേഷൻ വഴിയായിട്ടാണ്. റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി ആൻഡ് ലിബറൽ ട്രേഡ് പോളിസീസ് അഡോപ്റ്റഡ് ബൈ വേരിയസ് ഗവൺമെൻറ് മെയ്ഡ് ദിസ് റിയാലിറ്റി. ഇപ്പോൾ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റും അതോടൊപ്പം തന്നെ ട്രേഡ് പോളിസിക്കകത്തുണ്ടായിരിക്കുന്ന ലിബറലൈസേഷനും പല രാജ്യത്തുള്ള ഗവൺമെൻറ്റുകളും അഡോപ്റ്റ് ചെയ്തത് വഴി ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്ത് അതൊരു റിയാലിറ്റി ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ടെക്നോളജി കൂടിയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മൊബൈൽ വഴി നമുക്ക് ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ വഴി പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത്. വീട്ടിൽ ഇരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ വ്യാപാര നയങ്ങളും ഇതിൻ്റെ അകത്തും വ്യത്യാസം വന്നു. ഒരു രാജ്യത്തു നിന്ന് ഒരു പ്രോഡക്റ്റ് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിനകത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ലാതാക്കിയതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്ത് ഒരു യാഥാർത്ഥ്യമായി മാറുന്നതിന് സാധിച്ചു. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് ഹാസ് ടു ബി റിമെമ്പേർഡ് ദാറ്റ് വൈൽ ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ആർ പോളിസി. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു പോളിസിയാണ്. പക്ഷേ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്, ഒരു ഫാക്റ്റാണ്. ആസ് അമർത്യ സെൻ സെഡ്, ഗ്ലോബലൈസേഷൻ ഈസ് നോട്ട് എ പോളിസി. അമർത്യ സെൻ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ പോലെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പോളിസിയാണ്. ഇറ്റ് ഈസ് എ ഫിനോമിനൻ. അതൊരു പ്രതിഭാസമാണ്, നമുക്ക് അറിയാവുന്ന ഒരു പ്രതിഭാസമാണ്. ദർ ആർ ഗെയിൻസ് ആൻഡ് പെയിൻസ് ഫ്രം ഗ്ലോബലൈസേഷൻ. ഇനിയുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഗ്ലോബലൈസേഷൻ വഴി നേട്ടം ഉണ്ടാകാം, കോട്ടങ്ങളും ഉണ്ടാകാം. രണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കോട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്രോപ്രിയേറ്റ് പോളിസീസ് ഹാവ് ടു ബി ഫോർമുലേറ്റഡ് ടു മാക്സിമൈസ് ദ ഗെയിൻസ് ആൻഡ് മിനിമൈസ് ദ പെയിൻ. അപ്പം വിവിധ സർക്കാരുകൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കുന്ന വഴി നേട്ടങ്ങൾ കൂട്ടണം. മാക്സിമൈസ് ദ ഗെയിൻ, നേട്ടങ്ങൾ കൂട്ടാനും അതോടൊപ്പം തന്നെ മിനിമൈസ് ദ പെയിൻ കുറയ്ക്കാനും കോട്ടങ്ങൾ കുറയ്ക്കാനും ശ്രദ്ധിക്കണം. അപ്പം ഗവൺമെൻറ് ആവിഷ്കരിക്കേണ്ട നയമാണ് അവർ പറഞ്ഞേക്കുന്നത്. ആ നയത്തിനകത്ത് എന്ത് ചെയ്യണം? പരമാവധി നേട്ടങ്ങൾ കൂട്ടാനും ഈ നഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കാനും ശ്രദ്ധിക്കണം എന്നാണ് ഈ പറഞ്ഞേക്കുന്ന അമർത്യ സെൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് ദീസ് മെഷേഴ്സ് ആർ എയിംഡ് അറ്റ് മോഡേണൈസിങ് ദ കൺട്രീസ് ഇൻഡസ്ട്രിയൽ സിസ്റ്റം. ഈ പറഞ്ഞേക്കുന്ന മെഷേഴ്സിൻ്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യത്തെ മോഡേണൈസ് ചെയ്യുക, രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തെ ഒന്ന് മോഡേണൈസ് ചെയ്യുക. റിമൂവിങ് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾസിനെ എല്ലാം മാറ്റുക. ഉൽപ്പാദനക്ഷമതയില്ലാത്ത നിയന്ത്രണങ്ങളെല്ലാം നീക്കുക, ഒരു കാര്യമില്ലാത്ത നിയന്ത്രണങ്ങളെല്ലാം മാറ്റുക. ഇൻസ്പയറിംഗ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ പ്രചോദിപ്പിക്കുക, ഇൻസ്പയർ ചെയ്യുക. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുക. ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഇന്ത്യാസ് എക്കണോമി വിത്ത് ഗ്ലോബൽ എക്കണോമി. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ എക്കണോമിനെ ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയായിട്ട്, ഗ്ലോബൽ എക്കണോമിയായിട്ട് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലോബലൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയസ് എക്കണോമി, പല സാമ്പത്തിക മേഖലകളെ കൂട്ടിച്ചേർക്കുക.
എമർജൻസ് ഓഫ് ഗ്ലോബൽ എക്കണോമി, അതുവഴി ഒരു ഗ്ലോബൽ എക്കണോമി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ്റെ ലക്ഷ്യം. അതുവഴി ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ, ഇതിൻ്റെ എല്ലാം ഫ്രീ മൂവ്മെൻറ്റ് ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്ലോബലൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്.